നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വിഭാഗീയത പരിഹരിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ജില്ലയിലെ വിഭാഗീയതയിൽ മനമടുത്ത KPCC നിർവാഹക സമിതി അംഗം KPS ആബിദ് ഹുസൈൻ തങ്ങൾ പാർട്ടി വിട്ടു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ വിഭാഗീയത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വിഭാഗീയത പരിഹരിക്കാനാകാത്തതിൽ ആശങ്കയിലാണ് നേതൃത്വം. വിഭാഗീയത രൂക്ഷമായതോടെ KPCC നിർവാഹക സമിതി അംഗം കൂടിയായ KPS ആബിദ് ഹുസൈൻ തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഇല്ലാത്തതാണ് രാജിക്ക് കാരണമെന്ന് തങ്ങൾ പറയുന്നു. കോൺഗ്രസിന് രാജിവെക്കാനുള്ള തീരുമാനം ഇവിടെ DCC പ്രസിഡന്റിന്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ചിട്ട് KPCCക്ക് 2 പ്രാവശ്യം കത്തയച്ചു. ആ കത്ത് KPCC പ്രസിഡന്റും മറ്റ് നേതാക്കന്മാർക്കും അത് ലഭിച്ചു. അവർ രജിസ്റ്റേർഡ് അക്നോളജ്മെന്റ് തിരിച്ചു വന്നു. എന്നിട്ട് പോലും ഒരു നടപടിയോ അതല്ലെങ്കിൽ ഒരു മറുപടി പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധമാണ് ഇദ്ദേഹം അവസാനിപ്പിച്ചത്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSU ജില്ലാ വൈസ് പ്രസിഡന്റ്, പ്രവാസി കോൺഗ്രസ് സ്ഥാപക അംഗം തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ ആരോപിക്കുന്നു. ഞാൻ ജോയിയുടെ വിരുദ്ധ ഗ്രൂപ്പുകാരനല്ല ഈ സമയം വരെ. കാരണം ജോയിയുടെ വിരുദ്ധ ഗ്രൂപ്പുകാർ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പത്രക്കാർക്ക് അറിയാം, എന്നെക്കാൾ അറിയാം. അതിലൊന്നും പെടാത്ത ഒരാളാണ് ഞാൻ. കാരണം ഒരു വിരുദ്ധ ഗ്രൂപ്പുകാരനോ അല്ലെങ്കിൽ ജോയിയെ വ്യക്തിപരമായിട്ട് ടാർണിഷ് ചെയ്യണമെന്നോ മറ്റോ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ജോയിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് KPCCക്ക് പരാതി കൊടുത്തിട്ടും നേതാക്കന്മാർക്ക് പരാതി കൊടുത്തിട്ടും ഇന്നേ വരെ ഒരു മറുപടി പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഏതു നിമിഷവും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായതിനാൽ താഴെത്തട്ടിലടക്കം ചർച്ചകൾ നടത്തിയിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും ധാരണയിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.